ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ക്ലയൻസിനെ കൺസൾട്ട് ചെയ്ത് സ്കിൻ ടൈപ്പ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫേഷ്യൽസ് ചെയ്യുക. അപ്പൊ ഇതുപോലെ നല്ല സ്ഥലത്ത് പോയിട്ട് ചെയ്യാനായിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൺസൾട്ട് ചെയ്തതിനു ശേഷം ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫേഷ്യലായി, ത്രെഡിംഗ് ആയി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വാക്സിങ്, അതായത് ഫുൾ ഹാൻഡോ ഫുൾ ലെഗോ, അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിടുക. ചിലർക്ക് ചിലപ്പോൾ കയ്യിൽ കാലിലെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ വേണ്ട, നമ്മൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കും. പിന്നെ വരുന്നത് നമുക്ക് പെഡിക്യൂർ, മാനിക്യൂർ, ബോഡി പോളിഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ബോഡി പോളിഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഫേഷ്യൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ചിലപ്പോൾ കയ്യിലൊക്കെ ടാനോ അല്ലെങ്കിൽ കാലിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർ നമ്മളോട് ഡൗട്ട് ആയിട്ട് ചോദിക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. പിന്നെ ചിലപ്പോൾ ഈ മെഹന്തി ഇടുന്ന കുട്ടികളുണ്ടാവില്ല, മെഹന്തി ഇടുന്ന കുട്ടികളോട് നമ്മൾ വാക്സ് ചെയ്യാനായിട്ട് പറയും. കാരണം ഹെയറിന്റെ പുറത്തൊക്കെ നമ്മൾ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അതും നമ്മൾ നിർബന്ധിക്കൂല, വേണമെങ്കിൽ മാത്രം വാക്സ് ചെയ്തോളാം പറയും. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ഫേഷ്യൽ ചെയ്യുക, പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. കാരണം നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം കറുപ്പിരിക്കും. നമ്മളിപ്പോ നോർമലി വിസിബിൾ ആവില്ലായിരിക്കും, പക്ഷെ മേക്കപ്പിന് ശേഷം അത് ഭയങ്കരമായിട്ട് വിസിബിൾ ആകും. ഇൻ കേസ് ഇനി ഒട്ടും നമുക്ക് ത്രെഡിങ് ഒന്നും പറ്റൂല, അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സ്കിന്നാണെങ്കിൽ നമ്മൾ ഒഴിവാക്കാം, കുഴപ്പമില്ല. അപ്പൊ അതനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ കൺസീലിംഗ് കുറച്ച് കൂടുതൽ ചെയ്താൽ മതി. എന്നാലും നമ്മൾ മാക്സിമം ഇതുപോലെ ത്രെഡിങ് ചെയ്യാനായിട്ട് പറയാറുണ്ട്, ഈ ഫേഷ്യൽ ഹെയർസ് ത്രെഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഇത്രയാണ് നമുക്ക് പ്രീ ബ്രൈഡൽ ട്രീറ്റ്മെന്റ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോം കെയർ പറയുമായിരുന്നു. അതായത് ഇപ്പൊ അതായത് വീട്ടിൽ ആരെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാറില്ല, സ്ക്രബോ, വീട്ടിലുള്ള സാധനങ്ങൾ അരിപ്പൊടിയോ കാപ്പിപ്പൊടിയോ അല്ലെ, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ മഞ്ഞൾ, കസ്തൂരി മഞ്ഞളൊക്കെ ഇടുന്നവരാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പറയും അന്ന് ചെയ്തോളാം. ഇനി പിന്നെ വേറെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ഒരു മാസം ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് കെയർ ചെയ്യാൻ പറയും. അതായത് ഇപ്പൊ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി വെയിലത്ത് പോകുന്ന കുട്ടിയാണ്, സ്ഥിരം വെയിലത്ത് കല്യാണത്തിന് തലേ ദിവസം വരെ വെയിലത്ത് പോകുന്ന കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഉള്ള സ്കിന്ന് നന്നായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞു 3 ദിവസം മുന്നേ നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വെയിലത്തേക്ക് ഇറങ്ങി പർച്ചേസിങ്ങിന് പോകുന്ന കുട്ടിയാണെങ്കിൽ ഇപ്പൊ തന്നെ സ്കിന്ന് നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയാം, നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അമ്മച്ചിന്റെ സ്കിൻ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രീ ബ്രൈഡൽ ട്രീറ്റ്മെന്റ്സിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ചാല് നമ്മുടെ അടുത്ത് എത്തി മേക്കപ്പ് ചെയ്യാനായിട്ട് അന്ന് രാവിലെ നമ്മുടെ അടുത്ത് എത്തി. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും, നമ്മൾ ആളെ കൺസൾട്ട് ചെയ്യാം. കൺസൾട്ട് ചെയ്യണേല് ഇരിക്കും ക്ലൈന്റ് കൺസൾട്ടേഷൻ അങ്ങനെ സ്കിൻ എങ്ങനെയാണ്, അതായത് സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്നാണ് ഫസ്റ്റ് കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം എന്തൊക്കെ സ്കിൻ ടൈപ്സ് അറിയാമെങ്കിൽ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഡ്രൈ സ്കിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്കിന്നുകളൊക്കെ നമുക്ക് അറിയാം. ഇത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതായത് നമുക്കിപ്പോ നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ബ്രൈഡാണ്, ആ ബ്രൈഡ് പുള്ളി കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവില്ല. കാര്യം ഇപ്പൊ ഓയിലി ഫേസ് ആണെങ്കിൽ ഓയിലൊക്കെ സോപ്പ് ചെയ്യുമ്പോൾ പോയി, അല്ലെങ്കിൽ മുഖം കഴുകിയിട്ട് വന്നിരിക്കുന്ന വെച്ചാണെങ്കിൽ സോപ്പ് ചെയ്തപ്പോൾ ഓയിൽ കണ്ടന്റ് പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഓയിലി ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടുള്ളത് നമുക്ക് ഡ്രൈ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യും. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് എങ്ങനെയാണോ അതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ്. മനസ്സിലായി? രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് വലിഞ്ഞ് അവിടെയൊക്കെ ഭയങ്കര വലിഞ്ഞ് ചെറിയ ചെറിയ പാച്ചസ് പോലെ കാണുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുന്ന ഓയിലി സ്കിൻ ഉള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? എങ്ങനെയായിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഫേസ് ഉണ്ടാവും? ഭയങ്കര ഒരു ഓയിലി ആയിട്ട് എണീക്കുമ്പോൾ ഇവിടെ ഫുള്ള് കവളിന്റെ അവിടെയൊക്കെ ഫുള്ള് ഓയിലി ആയിട്ടുണ്ടാവും. പിന്നെ അവരുടെ പ്രത്യേകത വെച്ചാൽ ചെറിയ ചെറിയ വലിയ വലിയ കുരുക്കളുണ്ടാവും, പഴുപ്പൊക്കെ നിറഞ്ഞിട്ട് വലിയ കുരുക്കളുണ്ടാവും, പോസസ് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഒരു ഓയിലി ആവുന്ന സ്കിന്നുകൾ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത്രയും ഓയിലി ആവുന്ന സ്കിന്നുകൾ ഓയിലി സ്കിൻ എന്നുള്ള കാറ്റഗറിയിൽ പെടും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാല് ആ സ്കിന്നിൽ ചില ഭാഗത്ത് ഓയിലി ആയിരിക്കും, ചില ഭാഗത്ത് ഡ്രൈ ആയിരിക്കും. അങ്ങനെയുള്ള സ്കിന്നിന് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയാം. അവര് പറയും ചിലപ്പോൾ മൂക്ക് മാത്രം ഇവിടെ മാത്രമൊക്കെ ഓയിലി ആയിരിക്കും, ചില ഭാഗങ്ങളൊക്കെ ഡ്രൈ ആയിരിക്കും. ആ ഒരു സ്കിന്നിന് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്നൊക്കെ പറയാം. പിന്നെ ഉള്ളത് നോർമൽ സ്കിൻ. നോർമൽ സ്കിന്നിന് വലിയ പ്രത്യേകത ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല, കുഞ്ഞിലോ ഒന്നുമില്ല, ക്ലിയർ ആയിട്ടുള്ള സ്കിൻ നമ്മുടെ നോർമൽ സ്കിൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇത്രയാണ് നമ്മുടെ സ്കിൻ ടൈപ്സിൽ വരുന്നത്. പിന്നെ ബ്രൈഡ് ആണെങ്കിൽ ബ്രൈഡ് എൻഗേജ്മെന്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്ത് പിന്നെ ആളുടെ ഡ്രസ്സ് നോക്കുക, ജ്വല്ലറി നോക്കുക, ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട്. അതായത് അതിന്റെ കളറ് പ്രൈമർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്രഷേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്രൈമർ എന്ന് പറയുന്ന സാധനം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മേക്കപ്പിന് മുന്നേ, അതായത് ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുന്നേ സ്റ്റെപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
നേരെ നിൽക്കണ്ട, വൈകുന്നേരം വരെ കൊച്ചിന് മേക്കപ്പ് അങ്ങനെ തന്നെ നിൽക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. ഇനി ചെറിയ ചെറിയ പോസസ് ഒക്കെ ഉണ്ട്. പോസസ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പോസസ് എന്ന് വെച്ചാൽ കുഴി അല്ലെ, ഫേസിൽ കാണുന്ന ചെറിയ 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 കുഴി, അതിനാണ് നമ്മൾ പോസസ് എന്ന് പറയാം. അതൊക്കെ ഒന്ന് ബ്ലർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇനി അതിന് മുകളിൽ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ ഇതൊക്കെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രൈമർ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് ഗ്ലോസി പ്രൈമർ എന്നൊക്കെ പറഞ്ഞാൽ മാറ്റ് പ്രൈമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലോസി പ്രൈമർ യൂസ് ചെയ്താൽ ഒരു ഡ്യൂയി ലുക്ക്, ഒരു നല്ല തിളക്കമുള്ള ലുക്ക് ആയിരിക്കും. മാറ്റ് പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റ് ലുക്ക് ആയിരിക്കും. അതൊക്കെ രണ്ടാമത് വരുന്ന മെയിൻ ആയിട്ട് എല്ലാ പ്രൈമേഴ്സിലും നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ പോസസിനെ ബ്ലർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറിൽ വരുന്നത്. ഇത് ആരും എഴുതണ്ട, നമ്മൾ മേക്കപ്പ് സ്റ്റെപ്പിൽ നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താ അറിയാം നമുക്ക്? ഫൗണ്ടേഷൻ. എന്തിനാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്? ബ്ലെൻഡ് ചെയ്യേണ്ട എന്താണ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ബ്രഷുകളോ അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡേഴ്സോ വേണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ബ്ലെൻഡിങ് ബ്രഷ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബ്രഷ് എന്നൊക്കെ പറയും. അതായത് ഇത് നിങ്ങൾ തൊട്ട് നോക്കിയാൽ കുറച്ച് ഹാർഡായിരിക്കും. ഇപ്പൊ ഇതും ഏകദേശം ഒരു സെയിം ഷേപ്പിലല്ലേ ഉള്ളത്. പക്ഷെ ഇത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിരിക്കും, ഇത് തൊട്ട് നോക്കിയാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷൻ, കൺസീലർ അങ്ങനെയുള്ള സാധനങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ബ്രഷസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലോക്കൽ ബ്രഷസ് ഓൾമോസ്റ്റ് ഹാർഡായിരിക്കും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നല്ല ബ്രാൻഡിന്റെ ഇതുപോലെ ഫൗണ്ടേഷൻ ബ്രഷസ് മേടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ഹാർഡായിരിക്കും ബ്രിസിൽസ്. അതാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇത് രണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് നോർമലി ആപ്ലിക്കേഷൻ ബ്രഷ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അപ്പൊ ഫൗണ്ടേഷൻ ബ്രഷസ് ആയിരിക്കും ഫൗണ്ടേഷൻ ബ്രഷ്. അതാണ് ഉദാഹരണത്തിന് നമ്മുടെ ബ്ലഷ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ പൗഡറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ട് നമുക്ക് ഈ പൗഡർ ബ്രഷസ് യൂസ് ചെയ്യാൻ പറ്റും. പൗഡർ ബ്രഷസ് എപ്പോഴും അതിന്റെ ബ്രിസിൽസ് സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പുറകിലേക്ക് കേൾക്കുന്നുണ്ടോ പറയാം. ഇനി അടുത്തത് വരുന്നത് നോക്കിയേ, ഇത് നമ്മൾ ആംഗിൾഡ് ബ്രഷ് എന്താ പറയാ? അല്ല, ഒരു ചരിവ് കണ്ടോ? ആംഗിൾഡ് ബ്രഷ് ഇത് എന്തിനായിരിക്കും? നമ്മൾ കോണ്ടോർ ചെയ്യാനായിട്ട്, ഇവിടെ കോണ്ടോർ ചെയ്യാനായിട്ട് നമുക്ക് ആംഗിൾഡ് ബ്രഷ് വേണം. മനസ്സിലായോ? ആംഗിൾഡ് ബ്രഷ് ചെറിയൊരു ചെരിവുള്ള ബ്രഷ് അത് നമുക്ക് ഇവിടെ കോണ്ടോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. ഈ ഭാഗം ഇങ്ങനെ തിളങ്ങിയിരിക്കുന്ന കേട്ടോ, ഇവിടെ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. ആ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഫാൻ ബ്രഷുകൾ യൂസ് ചെയ്യും. ഇങ്ങനെ അതാ, ഇതിനാണ് നമ്മൾ ഫാൻ ബ്രഷുകൾ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വലിയ ആംഗിൾഡ് ബ്രഷ് കണ്ടില്ലേ, അതിന്റെ അതേ ചെറിയ ആംഗിൾഡ് ബ്രഷ് ഇതെന്തിനായിരിക്കും? ഇത് കോണ്ടോർ ചെയ്യാനായിട്ട്, കോണ്ടോർ ചെയ്യാൻ തന്നെയാണ്. നമുക്ക് നോസിനെ കോണ്ടോർ ചെയ്യാനായിട്ട് ചെറിയ ആംഗിൾഡ് ബ്രഷുകൾ യൂസ് ചെയ്യും. ഇനി ഇത് കണ്ടിട്ടുണ്ടോ? ഐബ്രോസ്. നമുക്ക് ഇത് ഐബ്രോ ബ്രഷ് സ്കൂലി എന്ന് പറയും. ഇത് വെച്ചിട്ട് നമുക്ക് ഐബ്രോ ഈസി ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതും ആംഗിൾഡ് ബ്രഷ് തന്നെയാണ്, കുഞ്ഞ് തിന്നായിട്ടുള്ള ആംഗിൾഡ് ബ്രഷ്. ഇത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാം, അതായത് ഡ്രോ ചെയ്യാം, വരയ്ക്കാൻ. ഇനി അടുത്തത് നമ്മുടെ പൗഡർ ബ്രഷിലെ പൗഡർ ബ്രഷിന്റെ കുഞ്ഞു കുഞ്ഞു ബ്രഷുകൾ, മൂന്നെണ്ണം കുഞ്ഞു ബ്രഷുകൾ. ഇത് നമുക്ക് മൂന്നും ഐ ഷാഡോസ് യൂസ് ചെയ്യാം. ഐ ഷാഡോ പൗഡർ ഫോമിലുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു പൗഡർ ഫോമിലുള്ളതെല്ലാം യൂസ് ചെയ്യാൻ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ഉള്ളതാണ് പൗഡർ ഫോമിലുള്ളത് യൂസ് ചെയ്യാം. ഐ ഷാഡോസ് എപ്പോഴും പൗഡർ ഫോമിലുള്ള, അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പൗഡർ ബ്രഷ് പോലെയുള്ള ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ബ്രഷുകൾ. ഇനി നമ്മൾ പറഞ്ഞില്ലേ ഇതും ഐ ഷാഡോ ബ്രഷ് ആണ്, ഇതും ഐ ഷാഡോ ബ്രഷ് ആണ്. പക്ഷെ രണ്ടിന്റെയും ബ്രിസിൽസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സോഫ്റ്റ് ആണ്, ഒന്ന് ഹാർഡാണ്. അപ്പൊ ഈ ഹാർഡ് ആയിട്ടുള്ള ഐ ഷാഡോ ബ്രഷുകൾ നമ്മൾ എപ്പോഴും ഷിമ്മേഴ്സ് ഐ ഷാഡോ, നമ്മൾ തിരക്കുള്ള ഐ ഷാഡോസ് എന്ന് പറയും, ഷിമ്മേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇങ്ങനെ താഴെ ഇങ്ങനെ വീഴും അല്ലെ, ഫോളോ ഔട്ട്സ് വരും. കണ്ണിന്റെ മുകളിൽ ഇടുന്നതെല്ലാം താഴെ ഇങ്ങനെ ഗിൽറ്റ് പോലെ വീഴും. അതുകൊണ്ട് ഹാർഡ് ആയിട്ടുള്ള ഷിമ്മർ ബ്രഷസ് തന്നെ യൂസ് ചെയ്യും. സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസിനെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഫേസിനെ വാഷ് ചെയ്യാം. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം. എഴുതിക്കോ, ഫേസ് വാഷ്. സെബം ഇല്ല, ആരും കേട്ടില്ല. സെബം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ പറഞ്ഞില്ലേ, ഓയിലി ആവുന്ന സ്കിൻ ഓയിലി ആവുന്ന ഓയിലിന് നമ്മൾ പറയുന്ന പേരാണ് സെബം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഭാവിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിസ്റ്റ് ഒക്കെ ആരാളല്ലേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇതൊക്കെ അറിയിക്കണം. ചെറിയ ചെറിയ മെയിൻ ആയിട്ടുള്ള വാക്കുകളാണ്. സെബം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള അധികമായിട്ടുള്ള സെബം കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന അധികമായിട്ടുള്ള സെബം കംപ്ലീറ്റ് റിമൂവ് ആവും. ഫസ്റ്റ് നമ്മൾ എന്തായാലും ഫേസിൽ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പറയാം.
ചിലപ്പോൾ ചിലർ ചെയ്യുന്നത് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ക്ലെൻസിങ് വെച്ചാൽ ക്ലീനിങ് പർപ്പസ്. ആ ക്ലെൻസിങ് ആദ്യം ചെയ്യുന്നത് കണ്ടില്ല. പക്ഷെ അതിൽ കുറച്ചും കൂടി നല്ലത് ഫസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് വരുന്നത് ഫേസ് വാഷ്. ഇനി ഫേസ് വാഷ് കഴിഞ്ഞ് കുറച്ച് വന്നിരിക്കുവാണ്. പക്ഷേ കണ്ണില് തലേ ദിവസം ഇട്ട മറ്റേ ഐക്കോണിക്കിന്റെ കാജൊന്നും പോയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അതായത് നമുക്ക് ഒരു കറക്റ്റ് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത് വരച്ച് നല്ല വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ഫേസ് വാഷ് ചെയ്തു. ഫേസ് വാഷ് ചെയ്തപ്പോൾ ആവശ്യമില്ലാത്ത പൊടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ പോയി. പക്ഷെ കണ്ണിലെ മേക്കപ്പ് പോയില്ല. കണ്ണിലെ മേക്കപ്പ് കളയാനായിട്ട് നമുക്ക് ഐ മേക്കപ്പ് റിമൂവറുകൾ കിട്ടും. ഐ മേക്കപ്പ് റിമൂവറുകൾ വെച്ചിട്ട് കണ്ണിന്റെ അടിയിലുള്ളത് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം. ക്ലെൻസിങ് ട്രീറ്റ്മെന്റ് വെച്ചാൽ കളയാനും ഇപ്പൊ നല്ല ഫേസ് അഴുക്ക് കളയാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ക്ലെൻസിങ് ട്രീറ്റ്മെന്റ്. മെയിൻ ആയിട്ട് നമ്മൾ സ്കിൻ ട്രീറ്റ്മെന്റ് ഫേഷ്യൽസ് അങ്ങനെയുള്ള സാധനങ്ങൾ ആ സാധനം യൂസ് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മൾ മേക്കപ്പിന് മുന്നേ കണ്ണിലെ മേക്കപ്പ് കളയുവാണെങ്കിൽ ഇൻ കേസ് ഇത് കണ്ണിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ബ്രെഡ്നെസ് ഒക്കെ വരും. ചെറിയ കണ്ണ് നീരൽ വരും, ബ്രെഡ്നെസ് വരും, കണ്ണ് ചുമക്കും. ചിലപ്പോൾ ഇത് ഫുൾ ഡേ ഈ കണ്ണ് ചുമന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ മേക്കപ്പിൽ ഉപയോഗിക്കുന്ന പ്രശ്നമില്ല. അത് ഫേഷ്യൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ കൺസീൽ മേക്കുകൾ യൂസ് ചെയ്യാം. മേക്കപ്പിലേക്ക് വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഐ മേക്കപ്പ് റിമൂവറുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ അകത്ത് പോയി കഴിഞ്ഞാലും കണ്ണ് നീരോ റെഡ്നെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അപ്പൊ ഐ മേക്കപ്പ് റിമൂവറുകൾ ഉപയോഗിച്ച് മാത്രം ഐ മേക്കപ്പ് കാര്യം. ലെൻസ് ആപ്ലിക്കേറ്റർ എന്ന് പറയാം. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ ഇതിന്റെ അകത്തുനിന്ന് ഇതിന്റെ അകത്തുനിന്ന് ലെൻസ് ഇത് വെച്ചിട്ടെടുക്കും. ഇത് വെച്ചിട്ടെടുത്ത് കൈ ടച്ച് ചെയ്യാതെ നേരെ ഇതിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് ഇത് വെച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നോർമലി ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചെന്നൊക്കെയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൈ കഴുകിയാതെ ഇങ്ങനെ ടച്ച് ചെയ്യാതെ ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു ലെൻസ് ആപ്ലിക്കേറ്റർ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പോൾ വെച്ച് പഠിക്കുവാണെങ്കിൽ കൈ വെച്ചിട്ടും വെച്ച് പഠിക്കണം, ലെൻസ് ആപ്ലിക്കേറ്റർ വെച്ചിട്ടും വെച്ച് പഠിക്കണം. ചിലപ്പോൾ ചില സമയത്ത് നിങ്ങൾ ലെൻസ് ആപ്ലിക്കേറ്റർ ഇല്ലാത്ത അവസ്ഥ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റില്ല. രണ്ട് രീതിയിൽ നിങ്ങൾ വെച്ച് പഠിക്കും. ഓപ്പൺ ആവും. അതായത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന എന്ത് സാധനങ്ങൾ ഫേസിലായിക്കോട്ടെ ഹെയറിലായിക്കോട്ടെ എന്ത് സാധനങ്ങളും ക്ലീനിങ് പേർപ്പസിലുള്ള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സസ് ഓപ്പൺ ആവും. ഈ പോഴ്സസ് ഓപ്പൺ ആയാൽ മാത്രമാണ് നമ്മുടെ അതിനുള്ള അഴുക്കിനെയൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഷാമ്പു ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ക്യൂട്ടിക്കിൾസ് എന്ന് പറയും, ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആവും. കണ്ടീഷണർ ഇടുവാണെങ്കിൽ ക്യൂട്ടിക്കിൾസ് ക്ലോസ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ഫേസില് നമ്മുടെ ഫേസ് വാഷോ ക്ലെൻസറോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് യൂസ് ചെയ്യുമ്പോൾ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആവും. അതിന്റെ പുറകെ നമ്മൾ ടോണർ യൂസ് ചെയ്യുമ്പോൾ ക്യൂട്ടിക്കിൾസ് ക്ലോസ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടോണറുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈസി ആയിട്ട് ബ്ലെൻഡ് ആകാൻ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഫിനിഷ് കിട്ടാൻ ഇപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മാക്കിന്റെ ഫിക്സ് പ്ലസ് എന്ന് പറയും. അതായത് നമുക്ക് ഈ സാധനം മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്യാം, അതിന്റെ ഇടയിൽ യൂസ് ചെയ്യാം, മേക്കപ്പ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കില്ല. ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് വേറെ നല്ല ഫിക്സിംഗ് സ്പ്രേകൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടോൺ ചെയ്തു, ക്ലെൻസിങ് കഴിഞ്ഞു, ടോണിങ് കഴിഞ്ഞു, ലെൻസ് ഒക്കെ വെച്ചു. അതിന് ശേഷം വരുന്നതാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ടല്ലേ? എന്തിനാണ്? എന്താ പറയാ, നമ്മുടെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. വെച്ചിട്ട് നമുക്ക് രാവിലെ വരുമ്പോൾ വേണമെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടെ ഫേസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ എത്ര ചെയ്തിട്ടും പറഞ്ഞപ്പോൾ ചെയ്തില്ലെന്നാണെങ്കിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ജെല്ല് അതുപോലെ ജെല്ലോ എന്തെങ്കിലും അല്ലെങ്കിൽ പൗഡർ ജെല്ലെടുത്താണ് റോഷൻ ചേർത്തത് അത് വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിൽ നല്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ത്രെഡിങ്ങോ വാക്സിങ്ങോ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ രാവിലെ നമ്മൾ റിസ്ക് എടുക്കരുത്, ഒരു കാര്യത്തിന് നമ്മൾ റിസ്ക് എടുക്കരുത്. നമ്മള് മോയ്സ്ചറൈസർ അല്ലേ പറഞ്ഞെടുത്തേ, നമുക്ക് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വേണം. അതായത് നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് 4 സ്കിൻ ടൈപ്സ് ആണ്: നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ. ഇതില് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട 2 സ്കിന്നുകളാണ് എക്സ്ട്രീം ഡ്രൈ സ്കിൻ, എക്സ്ട്രീം ഓയിലി സ്കിൻ. മനസ്സിലായി? 2 സ്കിന്നുകൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ ഇത് PSC എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ചെറിയൊരു ജെൽ കാറ്റഗറി മോയ്സ്ചറൈസറാ. ജെൽ കാറ്റഗറി മോയ്സ്ചറൈസറുകൾ നമ്മൾ ഓയിലി ഫേസ് ഉള്ളവർക്കായിട്ട് യൂസ് ചെയ്യും. മനസ്സിലായി? അതായത് ഓയിൽ കണ്ടന്റ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലി ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ യൂസ് ചെയ്യും. PSC. അടുത്തത് ജെൽ ടൈപ്പ് ഓയിലി ഫേസ്. അടുത്തത് ഇങ്ങനെ എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈന്റ് ആണ്. ആൾക്ക് നമുക്ക് എംബ്രലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ
ക്രീം ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ, ക്രീം മോയ്സ്ചറൈസറുകൾ എപ്പോഴും നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്നൊരു കാര്യം പറയില്ല, സൺസ്ക്രീൻ കേട്ടോ. സൺസ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ എടുക്കാൻ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഈ മേക്കപ്പിൽ നമുക്ക് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ? പറ്റും. ഇപ്പൊ നല്ല വെയിലത്തൊക്കെ ഉള്ള ഒരു ഷൂട്ടോ അല്ലെങ്കിൽ ബ്രൈഡോ ആയിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ ഈ സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാം. പക്ഷേ സൺസ്ക്രീൻ ഈ വൈറ്റ് കാസ്റ്റ് കേട്ടോ, അതായത് നമ്മളെന്തായാലും കുട്ടിയടിച്ചല്ലേ പൗഡറിൽ ചെയ്യണ പോലെ ഇരിക്കും. അതിനാണ് നമ്മൾ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്. മേക്കപ്പിൽ നമ്മൾ സൺസ്ക്രീനുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത പ്ലെയിൻ ആയിട്ട് തോന്നുന്ന മോയ്സ്ചറൈസർ പോലെയുള്ള സൺസ്ക്രീനുകൾ മാത്രമേ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് മേക്കപ്പിൽ ഫുൾ ആയിട്ട് ബാധിക്കും. നമ്മൾ അതിന്റെ മുഖത്ത് എത്ര ഫൗണ്ടേഷൻ ഇട്ടാലും എന്തിട്ടാലും അതുപോലെ അവർ വൈറ്റ് കാസ്റ്റ് എന്തായാലും കാണും. നമ്മൾ മേക്കപ്പ് എത്ര നല്ല രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സൺസ്ക്രീൻ കൊണ്ട് എന്തായാലും പോകും. ഇപ്പൊ നിങ്ങളുടെ നല്ല സൺസ്ക്രീൻ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. സൺസ്ക്രീൻ ആയിരിക്കോ ന്യൂട്രിജീൻ, NEUTROGENA. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഫേസിൽ ഒരു ഓയിൽ തേക്കും, അതുപോലെ തന്നെ ഡ്രൈ ഫേസ് ഡ്രൈനെസ് ആണോ ഓയിൽനെസ് ആണോ ഈസി ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. എക്സ്ട്രീമായിട്ട് ഓയിൽ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് കോമ്പിനേഷൻസ് അതായത് നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോസസിനൊക്കെ ഒന്ന് ബ്ലർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നമ്മൾ ഇനി ഇടാൻ പോകുന്ന ഫൗണ്ടേഷൻ കൺസീലർ ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈമേഴ്സ് യൂസ് ചെയ്യാം. ഏതിക്കും പ്രൈമർ, പ്രൈമറിന്റെ ബ്രാൻഡ് C2P, C2 ന്യൂമറിക് ആയിട്ട് C2P. ഇനി അടുത്തത് വരുന്നത് പ്രൈമർ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ട്രെൻഡ് ആയിട്ടുള്ള സാധനമല്ലേ ഇതിന്റെ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് അല്ലെങ്കിൽ ഗ്ലോസി മേക്കപ്പ്. അതൊക്കെ ഗ്ലോസി മേക്കപ്പ് കൂടി ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ സാധനങ്ങൾ നമുക്ക് 2-3 സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രോക്ക് ക്രീംസ് എന്ന് പറയും. സ്ട്രോക്ക് ക്രീംസ് എഴുതോട്ടാ, സ്ട്രോക്ക് ക്രീംസ്, STROB, സ്ട്രോക്ക് ക്രീംസ്. അത് നോക്കിയേ, ഇത് മാക്കിന്റെ സ്ട്രോക്ക് ക്രീമാണ്. ഇത് നമുക്ക് 3 രീതിയിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ 2 രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, നമ്മൾ ഈ സ്റ്റേജിൽ, അതായത് മോയ്സ്ചറൈസർ പ്രൈമർ ഒക്കെ കഴിഞ്ഞ് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുന്നേ നമുക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ തന്നെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഫൗണ്ടേഷന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഈ 2 രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, പ്രൈമറൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫൗണ്ടേഷന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സ്ട്രോക്ക് മാക്കിന്റെ ഇത് NYB എന്ന് പറയും. നിങ്ങൾ എഴുതണ്ടായിരുന്നു, നമ്മൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള സാധനങ്ങൾ വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ അത് നിർത്തണ്ടാവും. ഓക്കെ, റയർ ബ്യൂട്ടി എന്ന് പറഞ്ഞുള്ള ബ്രാൻഡ. ഇതിൻ്റെ അത് ഇത് ശരിക്കും സമയത്ത് നമുക്കൊരു ഷിമ്മേഴ്സ് അല്ല, നമുക്ക് ആ ഒരു ഗ്ലോ വരും. ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് റയർ ബ്യൂട്ടിയുടെ ഷിമ്മേഴ്സ് ഷോപ്പിംഗ് ഒരുപാട് പ്രൈമർ ഒഴിവാക്കാം, പ്രശ്നമൊന്നും. ഇപ്പോഴത്തെ അനുസരിച്ച് നമുക്ക് സ്ട്രോക്ക് ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നു.
കണ്ണിന്റെ ഇടയിൽ കുറച്ച് കളറ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് കുറച്ച് കുരു വന്ന പാടുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതിലാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് കൺസീലിംഗ്, രണ്ട് കളർ കറക്റ്റ്. ഒന്ന് കൺസീലിംഗ്, രണ്ട് കളർ കറക്റ്റ്. ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഓറഞ്ച് കളർ കറക്റ്റ് എന്തെങ്കിലും യൂസ് ചെയ്യണേ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറഞ്ച് കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓറഞ്ച് കളർ കറക്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങളുടെ ബ്രൈഡിന്റെ ഫേസിൽ ഒരു റെഡ് പിമ്പിൾസ് ഉള്ള ഒത്തിരി പിമ്പിൾസ് ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ കറക്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് ഇനി ഫേസിലൊന്നും ഇല്ല അപ്പൊ ഇത് ഇനി ഈ ഇയാൾ ചോദിച്ച ഡൗട്ടാണ്, ചിരിയൊക്കെ ഉള്ളൂ അപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ? തിരിയൊക്കെ ഉള്ളെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺസീലർ. ഇപ്പൊ കുറച്ചേ ഉള്ളൂ, വലിയ ഡാർക്ക്നെസ് ഒന്നുമില്ല, ഒരു പൊടിക്ക് ചെറിയൊരു തടിപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൺസീലേഴ്സ് യൂസ് ചെയ്യാം. കൺസീലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മള് എന്റെ സ്കിന്നിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ സ്കിന്നിൽ ചെയ്യുന്ന സമയത്ത് എന്റെ സ്കിൻ ടോണിനെക്കാട്ടിൽ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള കൺസീലർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ ഇവിടെ ഉള്ള ഷെയ്ഡ് കണ്ടോ? ഇവിടെ ഉള്ള ഷെയ്ഡാണ് ഇവിടെ ഉള്ളത്. അല്ല, ഇവിടെ ഒരു പൊടിക്ക് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്, ഷെയ്ഡ് നോക്കിയിട്ട് ഇവിടെ ഷെയ്ഡ് നോക്കിയില്ല, സെയിം ഷെയ്ഡ് അല്ല, സെയിം ഷെയ്ഡ് നോക്കാം. ആ ഷെയ്ഡ് നേരെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക? അത് കവർ ആവോ? ഇല്ലല്ലോ. അതിന് പകരം അത് ആഷി ആവുകയെന്ന് പറയും. ആഷി ആവുകയെന്ന് വെച്ചാല് നമ്മളിട്ട ഫൗണ്ടേഷന്റെ അടിക്കുന്നത് മുകളിൽ കൂടെ താഴെയുള്ള ഡാർക്ക്നെസ് കാണുന്ന ഒരു ആഷി ആവാന്ന് പറയാം. അതായത് ഒരു പാണ്ട് പിടിച്ച പോലെ അതിനാണ് നമ്മൾ ആഷി ആവാന്ന് പറയാം. അപ്പൊ ഈ ഭാഗത്ത് ഇവിടെ എന്താണോ കളർ ആ കളർ ഇട്ടിട്ട് വേണം നമ്മൾ കൺസീൽ ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആയിരുന്നു? കണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിന് എന്താണോ കളർ ആ ടോണിൽ വേണം നമ്മൾ കൺസീൽ ചെയ്യാൻ. അല്ലാതെ ഫേസിന്റെ ഇവിടെയുള്ള ടോണിൽ എന്താണ് കൺസീൽ ചെയ്യാൻ. കൺസീലർ യൂസ് ചെയ്യണം. നല്ല ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യാം. കുറച്ചൊക്കെ ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺസീലേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ബ്രാൻഡ് ചെയ്തിപ്പോ ഓറഞ്ച് കറക്റ്റർ LA ഗേൾ, LA ഗേൾ. ഇനി കൺസീലർ നമുക്ക് രണ്ട് കൺസീലർ തരാം. ഒന്ന് കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡ്, കുറച്ച് നോർമൽ ബ്രാൻഡ്. നോർമൽ ബ്രാൻഡ് PAC. ഇനി ഇത് കുറച്ച് ഹൈ എൻഡ് ബ്രാൻഡ്, അത് ടാർട്ട് എന്ന് പറയും. TART. ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിനെ നമ്മൾ ട്രാൻസ്ലൂസൻ പൗഡർ എന്ന് പറയും. വെള്ള കളറിലെ പൊടിയായിരുന്നു ട്രാൻസ്ലൂസൻ പൗഡർ, അല്ലെങ്കിൽ സെറ്റിംഗ് പൗഡർ എന്ന് എഴുതിയാലും മതി. യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഞാൻ കൺസീൽ ചെയ്തേക്കും. കൺസീൽ ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് കൊച്ചിന് കണ്ണിനടുത്ത് ചെറിയൊരു പാച്ചി പോലെ, അതായത് ഒരു ഡ്രൈനെസ് പോലെ തോന്നി. ഞാൻ പൗഡർ ഒഴിവാക്കിയിട്ട് നേരെ സ്പ്രേ ചെയ്യും. നമ്മൾ മേക്കപ്പ് എന്ന് പറയുന്ന സാധനത്തിലൊരു കറക്റ്റൊരു റൂളൊന്നും ഇല്ല. നമുക്ക് എന്താണ് തോന്നുന്നത് അതാണ് മേക്കപ്പിന്റെ റൂൾ. പക്ഷെ ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ച് വൃത്തിയായിട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അങ്ങനെ റൂളും അങ്ങനെ ഒന്നും ഇല്ല. ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് നമുക്ക് എന്താണോ തോന്നുന്നത് അതാണ് ലാസ്റ്റ് നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി ഉണ്ടാവും. സെറ്റിംഗ് പൗഡറിനായിരിക്കും മാക്കിന്റെ പ്രെപ്പ് പ്ലസ് പ്രൈം എന്ന് പറയും. മാക്കിന്റെ പൗഡർ, വൈറ്റ് പൗഡറിനായിരിക്കും. അടുത്തത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഫൗണ്ടേഷൻ. നമ്മുടെ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫൗണ്ടേഷൻ. നമ്മൾ നല്ല ഫൗണ്ടേഷൻസ് കറക്റ്റ് ഷെയ്ഡ്സിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും. ഓക്കെ, നമുക്ക് അത്യാവശ്യം എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന, അത്യാവശ്യം നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇതാന്ന് പറയും, ഹുഡ ബ്യൂട്ടി.
ഹുഡ ഫൗണ്ടേഷൻ നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിന് ഏറ്റവും നല്ല. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാം, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല കവറേജ് ഉണ്ട്, ഫുൾ കവറേജ് ഫൗണ്ടേഷൻ, നല്ല കവറേജ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്. ഫ്ലോലെസ് ആയിട്ടുള്ള ഫിനിഷിംഗ് എന്ന് പറയും, നല്ല ഫിനിഷിങ്ങിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മാക്കിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്. ഒരിടക്ക് ഭയങ്കര ട്രെൻഡായിരുന്നു മാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. കുറച്ച് നാൾ പണ്ട് ഭയങ്കര ട്രെൻഡായിരുന്നു. പക്ഷെ മാക്ക് എഴുതണ്ട, മാക്കിന്റെ ഫൗണ്ടേഷൻ നമുക്ക് ബ്രൈറ്റ്സിന് അധികം യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ലൈറ്റ് കവറേജ് ആണ്. പിന്നെ വലിയ ലോങ് ലാസ്റ്റ് ചെയ്യും, ലൈറ്റ് ആയിട്ടുള്ള കവറേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒത്തിരി അങ്ങോട്ട് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ മാക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. ഹുഡയോ അല്ലെങ്കിൽ നാർസ് എന്ന് പറയും, നാർസിന്റെ ഫൗണ്ടേഷനോ മേടിക്കാം. ഇഷ്ടമാതിരി നല്ല ബ്രാൻഡുകളുണ്ട്, പക്ഷെ കുറച്ചും കൂടി നല്ലത് എല്ലാത്തിനും ഏകദേശം അല്ല അത് പറഞ്ഞു അതുപോലെ നിങ്ങൾ രണ്ട് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ മേടിക്കുവാണെങ്കിൽ, ഇപ്പൊ നാർസും ഈ പറഞ്ഞ പോലെ ഹുഡയും മേടിക്കുവാണെങ്കിൽ, ഈ ഹുഡ എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ, ഇച്ചിരി കട്ടി കൂടിയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് ഹുഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ലത് ഓയിലി ആയിട്ടുള്ള സ്കിന്നിനാണ് ഏറ്റവും നല്ലത്. ഓയിലി ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേർക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഓയിലി ആവും. ചിലപ്പോൾ ഇങ്ങനെ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് ഫൗണ്ടേഷൻസ്. അപ്പൊ തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം, അവർക്ക് നമുക്ക് ഹുഡ യൂസ് ചെയ്യാം. ഹുഡക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ്, നല്ല ലോങ് ലാസ്റ്റ് ആണ്, ഫുൾ കവറേജ് ആണ്. ഇതുപോലെ തന്നെ നാർസിന് നമുക്ക് സെയിം തന്നെ ഫുൾ കവറേജ് ആണ്, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അത് എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ യൂസ് ചെയ്യാനാണ് നല്ലത്. ഇത് ഗ്ലോ ആയിട്ടുള്ള ഒരു ഡ്യൂയി ഫിനിഷ് ആയിരിക്കും നാർസിനുള്ളത്. മാറ്റ് നമ്മുടെ ഹുഡയ്ക്കാണെങ്കിൽ ഒരു ഡ്യൂയി ഗ്ലോയി ആയിട്ടുള്ള ഫിനിഷിങ് നമ്മുടെ നാർസിനാണ്. ഫുൾ കവറേജ് ഉള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഫൗണ്ടേഷൻസ് തന്നെ സെലക്ട്. ഫൗണ്ടേഷൻ കൺസീലറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നമുക്ക് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ അതുപോലെ നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും നന്നായിട്ട് തന്നെ നല്ല ബ്രാൻഡ് തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ അടുത്തുള്ളത് കൂടെയാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ, ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ഉള്ള ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നു, അപ്പൊ നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണ്, അതിന് നമ്മൾ ബ്ലെൻഡിങ് ഓയിലെന്നോ മിക്സിംഗ് ഓയിലെന്നോ നമ്മൾ പറയും. അതായത് ഡ്രൈ ആയിട്ടുള്ള ഫൗണ്ടേഷൻ്റെ അകത്ത് നമുക്ക് ബ്ലെൻഡിങ് ഓയിലോ മിക്സിംഗ് ഓയിലോ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഹുഡയിൽ നമ്മൾ മെയിൻ ആയിട്ട് മിക്സ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ റോസ് ഗോൾഡ് ഓയിൽ എന്ന് പറയും. റോസ് ഗോൾഡ് ഓയിൽ ഇതിപ്പോ നല്ല തിക്കായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. നമ്മൾ കുറച്ചുനാൾ ഇത് ഇരുന്ന് കഴിയുമ്പോഴേ നമ്മുടെ ഫൗണ്ടേഷൻ ഒക്കെ പ്രത്യേകത, കൺസീലർ ഫൗണ്ടേഷൻ കുറച്ചുനാൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ, ലാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ പോലെ റോസ് ഗോൾഡ് ഓയിൽ 1-2 ഡ്രോപ്പ് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. നാളെ ചെയ്യുന്ന സമയത്ത് 2 മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻഗ്ലോട്ടിന്റെ ബ്രാൻഡ് നെയിമാ ഇൻഗ്ലോട്ടിന്റെ ഡ്യൂറാലൈൻ എന്ന് പറയും. ഡ്യൂറാലൈൻ, ഡ്യൂറാലൈൻ, ഇൻഗ്ലോട്ടിന്റെ ഡ്യൂറാലൈൻ എന്ന് പറയും. ഇത് നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ഇപ്പൊ ഇൻ കേസ് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന ജെൽ ഐലൈനർ എന്ന് പറയും, കൺമഷി പോലെ, അത് കട്ടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. മസ്കാര കട്ടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. എല്ലാ സാധനങ്ങളും ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻഗ്ലോട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡ്യൂറാലൈൻ, ഇൻഗ്ലോട്ടിന്റെ ഡ്യൂറാലൈൻ, DURALINE, ഡ്യൂറാലൈൻ. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ബ്രാൻഡിൽ വേണമെന്ന് വിചാരിക്കും. അതായത് ഇച്ചിരി കൂടി വില കുറവിനൊക്കെ വേണമെങ്കിൽ PAC എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മേക്കപ്പ് ബ്ലെൻഡർ എന്ന് പറയും. മേക്കപ്പ് ബ്ലെൻഡർ. ഇത് പക്ഷേ നമുക്ക് ഫൗണ്ടേഷൻ മാത്രമേ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നമ്മുടെ മസ്കാര, ലിപ്സ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഫൗണ്ടേഷനിൽ മാത്രം മിക്സ് ചെയ്തിടാനായിട്ട് പറ്റും. രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഒന്ന് ആദ്യം ഐലൈനർ, പിന്നെ ഫൗണ്ടേഷൻ. 2 ആദ്യം ഫൗണ്ടേഷൻ, പിന്നെ ഐലൈനർ. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ ഫൗണ്ടേഷൻ വരെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐ മേക്കപ്പ്. ഐ മേക്കപ്പിലെ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഐ ഷാഡോ, ഐലൈനർ, മസ്കാര, ലാഷസ്, വേണം അല്ലേ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ പിന്നെ പ്രൈമറുകൾ, ഐ ഷാഡോ പ്രൈമർ, അതൊക്കെ ആദ്യം ഇടുന്നതാ, അതൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ ആദ്യം ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു, എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഐ ഷാഡോ. മെയിൻ ആയിട്ട് വരുന്ന സാധനമാണ് ഐ ഷാഡോ എന്ന് പറയുന്നത്. ഇനി
ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഗൈഡൊക്കെ ചെയ്യുവാണെങ്കിൽ പറഞ്ഞ പോലെ എല്ലാത്തിലും നമ്മൾ ഹൈ എൻഡ് ബ്രാൻഡുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. കണ്ണിന്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ ഒരു ഭാഗങ്ങൾ പെട്ടെന്ന് വേറെക്കാൻ ചേർത്തിട്ടുള്ള ഭാഗം. അപ്പൊ അവിടെ എടുത്ത സാധനങ്ങളെല്ലാം നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യണമെന്നാണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് കരയൂലേ, കരുതി കഴിയുമ്പോൾ നമുക്ക് അവിടെ മൊത്തം ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വന്ന പോലെ ബ്ലാക്ക് ആവരുത്. അപ്പൊ അതെല്ലാം ഐ മേക്കപ്പിന് യൂസ് ചെയ്യുന്നത് നോർമൽ ബ്രാൻഡ് ആയിക്കോട്ടെ ഹൈ എൻഡ് ബ്രാൻഡ് ആയിക്കോട്ടെ എല്ലാം വാട്ടർ പ്രൂഫ് മാത്രം യൂസ് ചെയ്യും. മസ്കാര, കാജൽ, എല്ലാ സാധനങ്ങളും വാട്ടർ പ്രൂഫ് ആയിട്ട് എല്ലാ സാധനങ്ങളും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് മാത്രം യൂസ് ചെയ്യാം. ബ്രാൻഡ് നിങ്ങൾ ഇരിക്കുമ്പോൾ നോർമൽ ബ്രാൻഡ് ആണ്, ഹൈ എൻഡ് ബ്രാൻഡ് ആണെങ്കിൽ ഹുഡ ബ്യൂട്ടി യൂസ് ചെയ്യാം. ഹുഡ ബ്യൂട്ടിയുടെ ഏതെങ്കിലും ഒരു ഐഷാഡോ പാലറ്റുകൾ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ബ്ലാക്ക് വേണം, ബ്ലാക്ക് ഐ ഷാഡോസ് വേണം. ഇതേപോലെ നമുക്ക് എപ്പോഴും ബ്ലാക്ക് ഐ ഷാഡോസ് ഷെയ്ഡ് കൊടുക്കാനും സ്മോക്കി കൊടുക്കാനൊക്കെ ബ്ലാക്ക് ഐ ഷാഡോസ് വേണം. ബ്ലാക്ക് ഐ ഷാഡോസ് ഒരു ന്യൂഡ് പാലറ്റ്, ഒരു ബ്രൈറ്റ് പാലറ്റ്, ഇത്രയും നമ്മുടെ അടുത്ത് വേണം. ഹൈ എൻഡ് ബ്രാൻഡ് നിങ്ങൾ ഒരു പേഴ്സണലായിട്ട് ചെയ്യാൻ സെൽഫായിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെയ്ക്കേല വേണം. നെയ്ക്കേല അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. നല്ലത് അതേപോലെ കുഞ്ഞു കുഞ്ഞു ഇതിൽ കുറേ ഷെയ്ഡ്സ് കിട്ടും കേട്ടോ, പല പല ഷെയ്ഡ്സ് കിട്ടും. 150 ഇതാകുമ്പോൾ 250 രൂപ കിട്ടും. ഇപ്പം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. വേറെ ഒരു ബ്രാൻഡും എനിക്ക് ഇതുവരെ നല്ലതായിട്ട് തോന്നിയിട്ടില്ല, ഇത് ലാസ്റ്റ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഇതിന്റെ ഷിമ്മേഴ്സ് എന്ന് പറയും, ഷിമ്മറി ആയിട്ടുള്ള ഈ പാലറ്റിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഐ ഷാഡോസ് വരും. ഒന്ന് മാറ്റ് ആയിട്ടുള്ള ഐ ഷാഡോ, ഒന്ന് ഷിമ്മറി ആയിട്ടുള്ള ഐ ഷാഡോ. ഷിമ്മറി പക്ഷേ തിളക്കമുള്ള ഐ ഷാഡോസ്, പിന്നെ മാറ്റ് ആയിട്ടുള്ള ഐ ഷാഡോസ്. നമുക്ക് രണ്ടും വേണം മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മാറ്റ് പിന്നെ ലാസ്റ്റ് ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും, പക്ഷേ ഷിമ്മേഴ്സ് ലാസ്റ്റ് ചെയ്യാനായിട്ടാണ് ബുദ്ധിമുട്ട്. ഇതിനകത്താവുമ്പോൾ ഓൾമോസ്റ്റ് ഷിമ്മേഴ്സ് ലാസ്റ്റ് ചെയ്യും. ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുമ്പോൾ ഹൈ എൻഡ് ബ്രാൻഡ് തന്നെ മേടിക്കും. അപ്പോൾ ഐ ഷാഡോ ഇട്ടു, അത് ഞാൻ ഐ മേക്കപ്പ് നാളെ കാണിച്ചു തരാം കേട്ടോ. ഐ ഷാഡോ ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടതാണ് ലാഷസ്. ലാഷസ് നമുക്ക് ഇതിപ്പോ ബ്രാൻഡ് എന്ന് പറയുന്നത് യൂറോ പാരിസ് എന്ന് പറയും. യൂറോ പാരിസ് ഇതിനകത്തേക്ക് നോക്കിയേ, ഇതിലെന്താ പ്രത്യേകത? അതായത് ഇതിൽ ഒരു ഭാഗത്തെ ഹെയർ ചെറുത്, ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വലുത് അല്ലെ. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നമ്മുടെ കണ്ണ് അങ്ങനെ തന്നെ അല്ലേ? നമ്മുടെ കണ്ണിൽ ഈ സ്റ്റാർട്ടിങ്ങിന്റെ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഹെയറും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വലിയ വലിയ ഹെയറും. അപ്പൊ ഇത് നാച്ചുറൽ ലാഷസ് ആണ്. നാച്ചുറൽ ആയിട്ട് ഉള്ള പോലെ തന്നെ ഇരിക്കും. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയാലും വൃത്തികേടല്ലേ, വലിയ ലാഷസ് വെച്ചാലും വൃത്തികേടാണ്. ഇത് പിന്നെ ഓരോ കണ്ണനുസരിച്ചാൽ ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ടി വരും, ചിലപ്പോൾ ഇച്ചിരി വലുത് വെക്കേണ്ടി വരും. കണ്ണനുസരിച്ചാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. യൂറോ പാരിസിന്റെ ആണ് ഇത്. ഇതിന്റെ നമ്പർ 53 എന്ന് പറയും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ 53 മതിയാവും. കുറച്ച് കുഞ്ഞു കണ്ണുള്ളവർക്ക് ഇച്ചിരി വലുതായിരിക്കും കട്ട് ചെയ്തിട്ട് വരിക. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വലിയ ഹെയർ ഉള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുക, കുഞ്ഞു ഹെയർ ഉള്ളത് നിന്ന് കട്ട് ചെയ്തിട്ട് വലിയ ഹെയർ ഈ അറ്റത്ത് നിന്ന് കട്ട് ചെയ്യുക. ഇനി ഇത് വെറുതെ ഒട്ടോ ഇല്ല, ഒട്ടിക്കാനായിട്ട് നമുക്ക് പശ വേണം. അപ്പൊ പശ ഇതേപോലെ തന്നെ നമുക്ക് നോർമൽ ബ്രാൻഡ് ഉണ്ട്. നോർമൽ ബ്രാൻഡ് ഈ ലാഷസിന്റെ തന്നെ ഉണ്ട്, യൂറോ പാരിസ് എന്ന് പറയും. പക്ഷെ അതിൽ കുറച്ചും കൂടി നല്ലത് ഈ ഹൈ എൻഡ് ബ്രാൻഡ് തന്നെ വാങ്ങിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് ചെയ്യണ്ടേ. ലാഷസ് നമ്മളിങ്ങനെ കണ്ണിങ്ങനെ ചിമ്മുന്ന സമയത്ത് ലാഷ് ചിലപ്പോൾ ഇറങ്ങി പോയി അറ്റത്തുനിന്നൊക്കെ. അപ്പൊ അത് നല്ല ഗമ്മ് മേടിക്കാം. ഇത് ഹുഡ ബ്യൂട്ടിയുടെ ലാഷ് ഗം എന്ന് പറയും, ബ്ലാക്ക് കളറിലെ ലാഷ് ഗം, ഹുഡ ബ്യൂട്ടിയുടെ ലാഷ് ഗം. ഈ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന് ഇത് ഐ പെൻസിൽ എന്ന് പറയും, ഐ പെൻസിൽ അല്ലെങ്കിൽ ജെൽ ഐലൈനർ എന്ന് പറയും. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചും കൂടി ഒരു സ്മഡ്ജ് ആയിട്ടുള്ള കാര്യം നമുക്ക് ഐ പെൻസിലിൽ കിട്ടാം. ഒരു ചെറിയൊരു സ്മോക്കി കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ചെറിയ സ്മഡ്ജ്, ഒരു ഷാർപ്പ് അല്ലാതെ സ്മഡ്ജ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇത് PSC ആണ് ബ്രാൻഡ്. PSCയുടെ ലൈൻ ഐ പെൻസിൽ എന്ന് പറയും. PSCയുടെ ഐ പെൻസിൽ. ഇതിനകത്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് കണ്ണെഴുതാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, ഇവിടെ നമുക്കൊരു ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ള ഭാഗമുണ്ട്. ഇത് നമുക്ക് സ്മോക്കി ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്മോക്കി ഐസ് എന്ന് വെച്ചാൽ അറിയില്ലേ, അതായത് കണ്ണ് പരന്ന് ഇരിക്കുന്ന ആ ഒരു ലുക്കിനെ നമുക്ക് സ്മോക്കി ഐസ് എന്ന് പറയും. ഇത് വെച്ച് കണ്ണ് എഴുതിയിട്ട് നമുക്ക് ഇത് വെച്ച് സ്മോക്കി ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ച് അല്ലെങ്കിൽ ബഡ്സ് വെച്ചിട്ട് നമുക്ക് സ്മോക്കി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മളൊരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഐ ലുക്കാണ് വേണ്ടത്, നല്ല കട്ട ബ്ലാക്കിലുള്ള ഒരു ഐ ലുക്കാണ് വേണ്ടതെങ്കിൽ നമുക്ക് ജെൽ ഐലൈനേഴ്സ് യൂസ് ചെയ്യാം. ജെൽ ലൈനർ ഇത് നോർമൽ ബ്രാൻഡാണ്, മെബ്ലൈൻ എന്ന് പറയും. ഇത് ഹൈ എൻഡ് ബ്രാൻഡ് വേണമെങ്കിൽ നിങ്ങൾ ആ ഇൻഗ്ലോട്ടിന്റെ നമ്മൾ ഐ ഷാഡോ ഡസ്റ്റ് എന്ന് പറയും. നമ്മൾ ഈ ഗ്ലിറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ഗ്ലിറ്റർ ഇട്ടില്ലേ, ഐ ഷാഡോ ഗ്ലിറ്റർ ഇട്ടിട്ട് നമുക്ക് അത്ര തിളക്കം പോരെങ്കിൽ നമുക്ക് ഇതുപോലെ ഐ ഷാഡോ ഷിമ്മേഴ്സ് യൂസ് ചെയ്യാം. ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഷിമ്മേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നല്ല തിളക്കം വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഉള്ളതാണ് ഇത് ലിക്വിഡ് ഐ ഷാഡോ എന്ന് പറയും. അതായത് എനിക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഒരു ലൈൻ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി തിളക്കമുള്ള ഐ ഷാഡോ വേണമെങ്കിൽ നമുക്ക് ലിക്വിഡ് ഐ ഷാഡോസ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ
പൗഡർ ഇട്ട് അതിന്റെ മുകളിൽ മാത്രമേ നമുക്ക് ഈ ഐ ഷാഡോ യൂസ് ചെയ്യാൻ പറ്റൂ. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാരനെ മേടിക്കാം, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മസ്കാരാസ് മേടിക്കാം. നമ്മൾ ഈ ലാഷ് ഒട്ടിച്ച് അതിന്റെ മുകളിൽ നമുക്ക് മസ്കാര ഇടാൻ പറ്റും. അപ്പൊ ഈ നാച്ചുറൽ ലാഷ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ മസ്കാര ഇടുവാണെങ്കിൽ അത് പിന്നെയും കുറച്ചും കൂടി നല്ല വിരിഞ്ഞ പോലെ തോന്നും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോവർ ലാഷസ് ഇല്ലേ, താഴെയുള്ള ലാഷസ്, ലോവർ ലാഷസിന് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം, എന്നാൽ മാത്രമേ കണ്ണ് നല്ല വിരിഞ്ഞ പോലെ തോന്നും. ഇനി ഈ സെയിം സാധനം തന്നെ നമുക്ക് ലോവർ ലാഷസിൽ ഒട്ടിക്കാനുള്ള ലാഷസുകൾ കിട്ടും, ഫേക്ക് ലാഷസുകൾ കിട്ടും. മനസ്സിലായി? നമ്മൾ മുകളിലല്ലേ ഒട്ടിക്കാം, അതുപോലെ തന്നെ താഴെ ഒട്ടിക്കാനുള്ളതും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിക്കാം, പക്ഷെ അത്ര ലാസ്റ്റ് ചെയ്യാറില്ല, നോർമലായിട്ട് ഒട്ടിക്കാറില്ല. മസ്കാര ഇടുമ്പോൾ തന്നെ അത്യാവശ്യം വലുതായിട്ട് തോന്നും. ഐബ്രോ കേക്ക് എന്ന് പറഞ്ഞിട്ട് പറയും, അതായത് ഒരു ക്രീം അല്ല, ഒരു പൗഡർ ബേസ്ഡ് പൗഡർ ഫോമിലുള്ള ഐബ്രോ കേക്ക് യൂസ് ചെയ്യുക. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ, ബ്രൗൺ ഉണ്ടാവും. അതായത് എല്ലാവരുടെയും പിരിയത്തിന്റെ കളർ സെയിം ആയിരിക്കും. ചിലരുടെ ഒരു ബ്രൗൺ ആയിരിക്കില്ലേ, ആ ബ്രൗൺ ഇതിന് വേണ്ടി ബ്രോസിന് വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഐബ്രോസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബ്രാൻഡ് വരുന്നത് യൂറോപ്പ് ഗേൾ എന്ന് പറയും, യൂറോപ്പ് ഗേൾ. അത് ഇത് അത്യാവശ്യം നല്ലതാണ്, ലോങ് ലാസ്റ്റ് ചെയ്യും, ലോങ് ലാസ്റ്റ് നന്നായിട്ട് എഴുതാനും പറ്റും യൂറോപ്പ് ഗേൾ. നമ്മളിപ്പോ അതായത് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടു, അപ്പൊ അത് ഫേസ് ഒന്ന് പ്ലെയിൻ ആയി, ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു, ഐബ്രോ ഒക്കെ എഴുതി. ഇനി എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫേസിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് ഇപ്പൊ വലിയ നോസ് ആണെങ്കിൽ എനിക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം, അല്ലെങ്കിൽ ചെറിയ നോസ് ആണെങ്കിൽ അതിൽ എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഒന്ന് കട്ട് ചെയ്തൊന്ന് ഷാർപ്പാക്കണം, ജോലൈനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷാർപ്പാക്കണം, നെറ്റി കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറയ്ക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടോർ എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. കുറെ ഫോമിൽ നമുക്ക് കോണ്ടോറുകൾ കിട്ടും, അതായത് പൗഡർ, ലിക്വിഡ്, അങ്ങനെ ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ പൗഡർ ഫോമിലുള്ള ഈ ഒരു സാധനത്തിന് നമ്മൾ ബ്രോൺസർ എന്നും കൂടി പറയും, ബ്രോൺസർ. ഓക്കെ, ബ്രോൺസർ. ഇത് കുറച്ചും കൂടി നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരാറില്ല, നമ്മളിവിടെയൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഡാർക്ക് ഫീൽ വരും. അതില്ലാതെ കുറച്ചും കൂടി നാച്ചുറൽ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രോൺസറുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കളർ ബാർ എന്ന് പറഞ്ഞാൽ കളർ ബാർ എന്ന് കിട്ടും, കളർ ബാർ. എവിടെയൊക്കെ നമുക്ക് കട്ട് ചെയ്യണം, നമ്മുടെ സ്കിൻ അതായത് ഫേസിന്റെ ഷേപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോണ്ടോർ ചെയ്യുന്നത്. എവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്യണം നോക്കിയിട്ടാണ് കോണ്ടോർ ചെയ്യാറ്. മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന കോണ്ടോർ എന്ന് വെച്ചാൽ നോസ് കോണ്ടോർ ചെയ്യാറുണ്ട്, നമ്മുടെ ഈ ചീക്ക് കോണ്ടോർ ചെയ്യാറുണ്ട്, ഫോർഹെഡ് കോണ്ടോർ ചെയ്യാറേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ കോണ്ടോർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റാത്ത ഭാഗങ്ങളാണ് കോണ്ടോർ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അതായത് ഇപ്പൊ ഈ നെറ്റി കൂടുതലുണ്ട്, നെറ്റി കൂടുതലുണ്ടാകുമ്പോൾ ഞാൻ കോണ്ടോർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കോണ്ടോർ ചെയ്യുന്നത്, എന്നിട്ട് മുകളിലേക്ക് ബ്ലെൻഡ് ചെയ്യും, അങ്ങനെയാണ് നെറ്റി കോണ്ടോർ ചെയ്യുക. പക്ഷെ നമ്മൾ നേരിട്ട് നോക്കി അടുത്ത് വന്ന് നോക്കുന്ന സമയത്ത് കോണ്ടോർ ചെയ്യുന്നത് കാണും. മനസ്സിലായി? അപ്പൊ ബ്രൈഡിന്റെ അടുത്ത് സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ ഒരാള് അടുത്ത് നോക്കുമ്പോൾ ഇവിടെ കത്തിരിക്കണ പോലെ തോന്നുവാണ്. അപ്പൊ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ മാത്രമേ ഞാൻ കോണ്ടോറിങ് കൊടുക്കാറുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് അത് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നെറ്റി കയറിയത് നമുക്ക് ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റില്ലേ? ഇവിടെ നെറ്റി കയറിയത് കാണാം, ഇങ്ങനെ ഡൗൺവേർഡ്സ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റി കയറിയത് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ജോലൈൻ പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡബിൾ ചിക്കൻ ഉണ്ടാകുമ്പോൾ ഡബിൾ ചിക്കൻ പക്ഷെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഈ ഒരു കട്ടിങ് ഇല്ലാതെ ഇങ്ങനെ കുറച്ചും കൂടെ തൂങ്ങി കിടക്കുന്ന ആളുണ്ടോ, അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഹാർഷ് ആയിട്ടുള്ള കോണ്ടോറിങ് കൊടുത്ത് ഇതൊന്ന് ഷാർപ്പ് ആക്കി വരും. അതൊന്നും പ്രശ്നമില്ല. നേരിട്ട് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ നെറ്റി പോലുള്ള ഭാഗങ്ങൾ കോണ്ടോർ ചെയ്യാനുണ്ടാകും, ബാക്കി കോണ്ടോർ ചെയ്യാം. ഇനി കോണ്ടോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബ്രൈഡിനല്ലേ ചെയ്യുന്നത്. ബ്രൈഡിനെ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ ഈ സാധനം അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് ഹാർഷ് കോണ്ടോർ ചെയ്യുന്നത് ചെയ്യാം. ക്യാമറയിൽ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ ക്യാമറയിൽ ഭംഗി ഉണ്ടാവണം, എന്നാൽ നേരിട്ട് കാണുമ്പോൾ വൃത്തികേടില്ലാണ്ടിരിക്കും. നമ്മളിവിടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫൈനൽ പ്രൊജക്ട് ചെയ്യും. ഫൈനൽ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ ഈ നോട്ട്സ് ഒക്കെ കോണ്ടോർ ചെയ്യുന്ന സമയത്ത് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ടാവും, പക്ഷെ ക്യാമറയിൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ലൈൻ പോലെ കാണും. അതങ്ങനെയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അധികം ബ്ലെൻഡ് ചെയ്തിട്ട് വേണം, അതായത് ബ്ലെൻഡ് ചെയ്ത് സട്ടിലാക്കിയിട്ട് വേണം നമ്മൾ വിടാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ക്യാമറയിൽ കറക്റ്റ് എല്ലാ ഫോട്ടോയിലും ഇങ്ങനെ ലൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കറുത്ത പോലെ കിടക്കും. നല്ല സട്ടിലായിട്ട് വേണം ഈ കോണ്ടോറിംഗ് പറയുന്ന സാധനം ചെയ്യാൻ. ഭയങ്കര ലൈറ്റ് ആയിട്ട് സട്ടിലായിട്ട് വേണം ചെയ്യാൻ, പ്രത്യേകിച്ച് ഫെയർ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർ. മീഡിയം ടോൺ ആണെങ്കിൽ കുഴപ്പമില്ല, ഫെയർ ടോൺ ഉള്ളവർക്ക് പെട്ടെന്ന് അറിയും ഈ കോണ്ടോർ. ബ്ലാക്ക് അല്ലേ നമ്മൾ ചെയ്യുന്നത്, ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിരിക്കും ചെയ്യുന്നത്, ഡാർക്ക് ഷെയ്ഡ്. അപ്പൊ അത് പെട്ടെന്ന് അറിയും നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ കോണ്ടോറൊക്കെ ചെയ്തു. കോണ്ടോറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ണിന്റെ അടിയിൽ ഒരു എന്താ പറയാ ഒരു നീറ്റ്നെസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ള ഒരു അവസ്ഥ, കണ്ണിന്റെ അടിയിലൊക്കെ ഡള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കണ്ണിന്റെ അടിയിൽ, അതായത് ഫേസിലെ ഹൈ ആയിട്ടുള്ള പോയിന്റ്സിലെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രൊജക്ട് ചെയ്യിപ്പിച്ച് കാണിക്കാം. പ്രൊജക്ട് ചെയ്യിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസീലറുകൾ യൂസ് ചെയ്യാം. മനസ്സിലായി? ഇതിപ്പോ നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. ഇനി ഈ ഫൗണ്ടേഷൻ തുടങ്ങിയുള്ള സ്റ്റെപ്പുകൾ നാളെ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് ആവും. മനസ്സിലായി? അതായത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. കണ്ണിന്റെ അടി നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന്
ഡൾനെസ് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ആ നമ്മുടെ സ്കിന്നിൽ ഇട്ട ടോണില്ലേ നമ്മള് ഫൗണ്ടേഷൻ ഇട്ട ടോണിനെക്കാട്ടി കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള കൺസീലർ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നാളെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു പോയിന്റ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലേ, അത് തന്നെ അതിന് നമ്മൾ ഹൈലൈറ്റിംഗ് എന്നാണ് പറയാം. കോണ്ടോറിംഗിന്റെ ഹൈലൈറ്റിംഗ് എന്ന് പറയാം 2 സ്റ്റെപ്പ്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഇനി എന്തായിരിക്കും? ബ്ലഷ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് ഈ സാധനം, ബ്ലഷ് എന്ന് പറയുന്നത്. ബ്ലഷ് ആണ് ട്രെൻഡ്. കോണ്ടോർ കുറച്ച് ഡൗൺ ആയി, ബ്ലഷ് ആണ് ട്രെൻഡായിട്ട് വരുന്നത്. ബ്ലഷ് നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും കിട്ടും. അതായത് ക്രീം, പൗഡർ, ടിന്റ് ഒക്കെ നല്ല ട്രെൻഡാണ്. ഇപ്പൊ ടിന്റ് ഒക്കെ ചെയ്യും. ബ്ലഷ് നമ്മൾ മെയിൻ ആയിട്ട് എവിടെയാ ചെയ്യാം? ആപ്പിൾസ് അല്ലെ? ചിരിക്കുമ്പോ ഈ പൊങ്ങി വരുന്ന ആപ്പിൾസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ബ്ലഷ് ചെയ്യേണ്ട. ആപ്ലിക്കേഷൻ ഒക്കെ നാളെ കാണിച്ചു തരാം. അവിടെ നമ്മുടെ മൂക്കിന്റെ ഇവിടെ ഒക്കെ നമ്മൾക്ക് ബ്ലഷ് ചെയ്യും. ബ്ലഷ് ഒക്കെ നല്ല ഭയങ്കര ട്രെൻഡായിട്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ആണെങ്കിൽ പൗഡർ ബ്ലഷ് വേണമെങ്കിൽ ഷുഗറിന്റെ പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ക്രീം ബ്ലഷ് ആണെങ്കിൽ നിങ്ങൾക്ക് കെ ബ്യൂട്ടി എന്ന് പറയും, കെ ബ്യൂട്ടിയുടെ പൗഡർ ബ്ലഷ് ക്രീം ബ്ലഷ് യൂസ് ചെയ്യുക. ടിന്റ് ആണെങ്കിൽ ടിന്റ് ഞാൻ പറഞ്ഞത് ഇത് നോർമൽ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല ടിന്റുകൾ പറഞ്ഞത് ടിന്റും യൂസ് ചെയ്യാം. ഇങ്ങനെ തിളങ്ങി മൂക്കൊക്കെ തിളങ്ങിയിരിക്കുന്നത് അതിൽ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ ആദ്യം എന്തൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ സ്പ്രേ അങ്ങനെയുള്ള സ്ട്രോക്ക് ക്രീം അതൊക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഹൈലൈറ്റർ എന്ന് പറയും, പൗഡർ ഹൈലൈറ്റർ എന്ന് പറയും. ഈ ഹൈലൈറ്റർ നമുക്ക് യൂസ് ചെയ്യാം. കുറെ ആയിക്കോളും കുറച്ച് നമുക്ക് ഹൈലൈറ്ററുകളും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രോക്ക് ക്രീംസും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഹൈലൈറ്റർ ഇപ്പോൾ ഭയങ്കര കുറഞ്ഞാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രോക്ക് ക്രീംസ് ആണ് കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഹൈലൈറ്റർ നമുക്ക് ചെറുതായിട്ട് യൂസ് ചെയ്യാം. ബ്രാൻഡ് നിങ്ങൾ മാക്ക് ചെയ്യും. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഏറ്റവും മോശമാകുന്ന ഒരു സ്ഥലം. നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ ലിപ്സ് വരച്ചെടുക്കണം, ചെറിയ ലിപ്സ് ഉള്ളവർക്ക് ഗേറ്റ് വരയ്ക്കണം, വലിയ ലിപ്സ് ഉള്ളവർക്ക് ഇറക്കി വരയ്ക്കണം. അതൊക്കെ എന്തും ചെയ്യേണ്ട. നിങ്ങൾ എന്താണോ ആ കൊച്ചിന് നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഏത് മീഡിയം ലിപ്സ് വരെ. ഇനി ഇൻ കേസ് കുറച്ച് വലിയ ലിപ്സ് ആണ്, നല്ല വലിയ ലിപ്സ് ആണെങ്കിൽ മാത്രം ആളോട് ചോദിച്ചിട്ട് ചെറുതായിട്ട് ആ ലിപ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് നമ്മൾ കൺസീലർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് കാണിച്ചു തരുന്നത് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ എന്തൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും ആ കൊച്ചിന്റെ ലിപ്സ് തന്നെ വരച്ചു കൊടുക്കുക. ചെറിയ ലിപ്സ് ആണെങ്കിലും അത് ഭയങ്കരമായിട്ട് വലുതാക്കാതെ വരച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്നാമത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആള് ലുക്ക് ചേഞ്ച് ആവും. ലാഷ് ലെൻസും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ ലുക്ക് ചേഞ്ച് ആവും. മൊത്തത്തിൽ അങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് വീട്ടുകാർക്ക് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് മനസ്സിലായി. നമ്മൾ ലിപ്സ് ഒക്കെ ഇങ്ങനെ കയറ്റി വരച്ച് കഴിയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ഐബ്രോസ് വരെ. ഐബ്രോസ് നമ്മൾ കട്ടിക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളെപ്പോഴും നാച്ചുറൽ ആയിട്ട് ഇപ്പൊ അങ്ങനെയല്ല എല്ലാ മേക്കപ്പ് വരുന്നത്, ന്യൂ അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതില് ആരും ഇഷ്ടപ്പെടില്ല. സെയിം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളെ ഈ ഇങ്ങനെയൊക്കെ ചുണ്ടൊക്കെ വലുതാക്കി വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. കുറച്ചൊക്കെ നീറ്റാക്കി വരച്ച് ആ ഉള്ള ഫീച്ചേഴ്സിൽ തന്നെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് വൃത്തിയാക്കാനേ നോക്കുന്നുള്ളൂ. അല്ലാതെ മേക്കപ്പിൽ ഞാൻ പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് പഠിച്ചത്, മിസ് അങ്ങനെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്ന ആ ഒരു വൃത്തിയാക്കുന്ന രീതിയിൽ ചെയ്യാം. അത് നമുക്ക് ഫസ്റ്റ് വൺ ലിപ് ലൈനേഴ്സ് ഉണ്ടാവും. ലിപ് ലൈനേഴ്സ് വെച്ചിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാം. ഷാർപ്പായിട്ടുള്ള ബോർഡേഴ്സ് നമ്മൾ കൊടുക്കണം. നല്ല ഷാർപ്പ് ചെയ്തിട്ട് പെൻസിൽ ആയിക്കോട്ടെ നല്ല ഷാർപ്പ് ചെയ്തിട്ട് ബോർഡേഴ്സ് കൊടുക്കുക. കെ ബ്യൂട്ടിയുടെ ലിപ് ലൈനേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ലിപ് ലൈനേഴ്സ് ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. കാരണം നമുക്ക് ലിപ് ലൈനേഴ്സ് ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് ലിപ് ലൈനേഴ്സ് ആദ്യം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. ലിപ്പ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട്, ബോർഡർ അല്ല കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. ലിപ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് നല്ല ഷെയ്ഡ് നോക്കിയിട്ട് യൂസ് ചെയ്യുക. കുറച്ച് ന്യൂട്രൽ, അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷെയ്ഡുകൾ ബ്രൗണ്, മെറൂണ്, റെഡ്, ഇത്രയും ഷെയ്ഡുകൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ക്രീം ബേസ്ഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയും. ക്രീം ബേസ്ഡ് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, പക്ഷെ ഇത് ലാസ്റ്റ് ചെയ്യില്ല. ബ്രൈറ്റ്നസ് കുറവായിരിക്കും, പക്ഷെ ലാസ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്രയോൺ ലിപ്സ്റ്റിക് എന്ന് പറയും. ക്രയോൺ ലിപ്സ്റ്റിക്കും സെയിം അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. ഇതിന്റെ രണ്ടിന്റെ ലിക്വിഡിന്റെയും നമ്മുടെ ക്രീമിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അടുത്തത് വരുന്നത് ഇതിന് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയും. അല്ലെങ്കിൽ യൂസ് ചെയ്തില്ലേ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ബ്രൈറ്റ്സിന് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കുകൾ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോർമൽ ബ്രാൻഡൊക്കെ മതിയെങ്കിൽ നിങ്ങൾക്ക് മെബ്ലൈൻ യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ഹുഡയോ മാക്കോ അതൊക്കെ യൂസ് ചെയ്യാം. ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ കേട്ടോ. മാക്കിന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒന്നും ലാസ്റ്റ് ചെയ്യില്ല, ലിക്വിഡ് ലിപ്സ്റ്റിക്കുകൾ മാത്രം ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഇതെന്തായിരിക്കും ഇതിന്റെ താഴെ ഉള്ളത്? ലിപ് ഗ്ലോസ്. ഇപ്പൊ ഈ ഗ്ലാസ് സ്കിൻ മേക്കപ്പില് ഈ ഗ്ലോസ് ഭയങ്കര ട്രെൻഡാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇത് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ലിപ് ഗ്ലോസ് ആണ്. അപ്പൊ അതുപോലെ കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന ലിപ് ഗ്ലോസുകൾ ചൂസ് ചെയ്യാം. പക്ഷേ ഒരു ബ്രൈറ്റ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കാം, ഇങ്ങനെ കാണിക്കില്ലേ, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോസ് പോകും. അതുപോലെ തന്നെ നമ്മൾ ഓയിലി ഫുഡ് കഴിക്കുകയെന്ന് വിചാരിക്കും. ഉച്ചക്ക് കുറച്ച് ഓയിലി ഫുഡാണ് കഴിച്ചത്, എന്നിട്ട് ലിപ്സ്റ്റിക്ക് പോയി കംപ്ലൈന്റ് വരും. മനസ്സിലായി? അപ്പൊ ഓയിലി ഫുഡ് കഴിച്ച് ഓയിൽ നമ്മുടെ മേക്കപ്പിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക് ഉറപ്പായിട്ടും പോകും. അപ്പൊ ഓയിൽ, അതായത് ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിക്കാനായിട്ടൊക്കെ പറയാം. ഓയിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകും, ഈ ലിപ്സ്റ്റിക് എന്തായാലും പോകും. അപ്പൊ ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ കുറച്ച് നോക്കിയാൽ, അല്ലാതെ വെള്ളം കുടിച്ചാലും സാധാരണ ഫുഡ് കഴിച്ചാലൊന്നും പ്രശ്നമില്ല. ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ മാത്രം ചെറിയൊരു കെയർ കൊടുക്കാനായിട്ട് പറയാം. അത് പ്രൈമർ എന്ന് പറയും, ലിപ് പ്രൈമർ. നമ്മൾ ഫേസിൽ പ്രൈമർ ഇട്ടില്ലേ, അതുപോലെ തന്നെ ലിപ് പ്രൈമർ എന്ന് പറയും. അതായത് ലിപ് പ്രൈമർ നമ്മൾ ലിപ്സ്റ്റിക്ക് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലിപ് പ്രൈമേഴ്സ് യൂസ് ചെയ്യും. ലിപ് പ്രൈമർ, ഷുഗറിന്റെ ലിപ് പ്രൈമർ. ഹോൾ ഡേ പോണെങ്കിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റിംഗ് സ്പ്രേയുടെ ആവശ്യമാണ്. സെറ്റിംഗ് സ്പ്രേ ഏതെങ്കിലും നല്ല ചൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കാറുള്ള റെയർ ബ്യൂട്ടിയുടെ തന്നെ സെറ്റിംഗ് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാം. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.